തെരഞ്ഞെടുപ്പിൻ്റെ ഹിയറിംഗ് നോട്ടീസ് കൊടുത്ത ആളുകൾ വന്നുകൊണ്ടിരിക്കെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുക എന്ന ദുരുദ്ദേശവുമായി ഇടതുപക്ഷ മുന്നണി ഇന്നിവിടെ ആളുകളെ കയറ്റിവിടാതെ സമരം നടത്തുകയാണ്. അങ്കമാലി നഗരസഭയിലെ നിരവധി വോട്ടർമാർ ഹിയറിങ്ങിന് വരുന്ന ആളുകൾ തിരിച്ചു പോകുന്ന ദയനീയമായ സ്ഥിതിയാണ് ഇന്നിവിടെ കടന്നുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടിക തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആളുകൾ ഹിയറിങ്ങിന് വരുന്ന സമയത്ത് ഗേറ്റ് തടഞ്ഞ് പോലീസിൻ്റെ ഒത്താശയോടുകൂടി LDFിൻ്റെ പ്രവർത്തകർ അവിടെ സമരം ചെയ്യുകയാണ്. പോലീസിനോട് നേരത്തെ നിർദ്ദേശിച്ചതാണ് ഇവിടെ ഇങ്ങനെ ഹിയറിംഗ് നടക്കുന്നതുകൊണ്ട് ഗേറ്റ് തടയാൻ അനുവദിക്കരുത്, സമരക്കാരെ പുറത്തു നിർത്തണം എന്ന് പറഞ്ഞെങ്കിലും പോലീസ് ഭരണസ്വാധീനത്തിൽ അകപ്പെട്ട് ഗേറ്റിൽ അവർക്ക് വേണ്ട സംരക്ഷണം കൊടുത്ത് മൈക്ക് വെച്ച് അവിടെ സമരം നടത്തുകയാണ്. ഗേറ്റ് അടഞ്ഞു കിടക്കുകയാണ്. വോട്ടർമാർക്ക് ഹിയറിങ്ങിന് വരാൻ പറ്റാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അടിയന്തരമായി ഇലക്ഷൻ കമ്മീഷൻ ഇതിൽ ഇടപെട്ട് ഈ സമരക്കാരുടെ പേരിലും സമരത്തിന് സംരക്ഷണം കൊടുക്കുന്ന പോലീസിൻ്റെ പേരിലും നടപടി സ്വീകരിക്കണമെന്ന് അടിയന്തരമായി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നിസ്സഹായരായ ജനങ്ങൾ മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. വോട്ട് ചേർക്കാൻ വരുന്നവർക്ക് ഇതിനകത്ത് പ്രവേശിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഇലക്ഷൻ കമ്മീഷൻ അടിയന്തരമായി ഇടപെടണം എന്ന് അങ്കമാലി നഗരസഭാ കൗൺസിൽ ആവശ്യപ്പെടുന്നു. LDFിൻ്റെ നേതൃത്വത്തിൽ ഒരു സമരം എന്ന പേരിൽ ഒരു ആഭാസത്തരമാണ് ഇന്ന് നഗരസഭയുടെ കോമ്പൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വരുന്ന ആളുകളെ തടസ്സപ്പെടുത്തുക, വോട്ടിംഗ് അട്ടിമറിക്കുക, ഇലക്ഷൻ അട്ടിമറിക്കുക, ആളുകൾ പേര് ചേർക്കുന്നത് തടസ്സപ്പെടുത്തുക, ഈ രീതിയിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ നഗരസഭയുടെ പൊതുമുതൽ നശിപ്പിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. കസേര ഒടിച്ചു കളയുന്നു, അതേപോലെ മറ്റു രീതിയിൽ നശീകരണ പ്രവർത്തനം നടത്തുന്നു. അതോടൊപ്പം തന്നെ പോലീസ് കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്നു. പിണറായിയുടെ പോലീസ് കേരളമെമ്പാടും ചെയ്യുന്നതുപോലെ CPMന് അനുകൂലമായിട്ടുള്ള നിലപാട്, ശരിയായ നിലപാടെടുക്കുന്ന പ്രസ്ഥാനങ്ങളെയും ആളുകളെയും തടഞ്ഞുകൊണ്ട് CPMകാർക്ക് ഒത്താശ ചെയ്യുന്നൊരു നിലപാടാണ് അങ്കമാലി പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർത്തും വളരെ മോശപരമായ രീതിയിലൂടെയാണ് LDF ഇവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന ഒരു അവസരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി ആകെ ഒരു ദിവസം കൂടെ ഹിയറിങ്ങിനുള്ളൂ. ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കയറി വരുന്ന ആളുകളെ തടയുന്ന തരത്തിലേക്ക് കസേരകളിട്ട് തടഞ്ഞ് അവരകത്ത് കയറ്റാത്ത രീതിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് LDF. അതുമാത്രമല്ല, ഇവിടെ ഈ മുനിസിപ്പാലിറ്റിയിലേക്ക് കടന്നു വന്ന് മുനിസിപ്പാലിറ്റിയുടെ ഒട്ടനവധി പൊതുമുതലുകളാണ് ഇവിടെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പല സാധനങ്ങളും തന്നെ നശിപ്പിച്ചിട്ടുണ്ട്. കല്ലെറിയൽ വരെ ഇവിടെ പരിശ്രമങ്ങൾ നടന്നു, പോലീസ് അറിഞ്ഞില്ലായിരുന്നു. പക്ഷേ പോലീസ് എടുക്കുന്ന അവസരവാദ നടപടികൾ അത് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഞങ്ങളെയാണ് പോലീസ് തടഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അതിക്രമിച്ച് കയറി മുനിസിപ്പാലിറ്റിയുടെ കോമ്പൗണ്ടിലേക്ക് അതിക്രമിച്ച് കയറി ഇവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നവരല്ല തടയുന്നത്. ഇവിടുത്തെ കൗൺസിലേഴ്സിനെയും ഇവിടുത്തെ ചെയർമാനെയും വൈസ് ചെയർപേഴ്സണെയൊക്കെയാണ് ഇവിടെ ഇവർ തടഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോലീസിൻ്റെ ഈ നടപടി ഒട്ടും നമുക്ക് പ്രശംസിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള നടപടിയല്ല. ഇതിനെതിരെ ശക്തമായ രീതിയിൽ സമരങ്ങളായിട്ട് UDF മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇത് ഇപ്പോൾ ഈ അവസരത്തിൽ ഈ സമരം നടത്തുന്നത് ഇലക്ഷൻ മുൻകണ്ടിട്ട് മാത്രം നടത്തുന്ന ഒരു പേട്ട് നാടകം മാത്രമാണെന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്.